الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും വളരെ സൂക്ഷ്മതയോടുകൂടി ഗ്രഹിക്കാനും ജീവിതത്തിൽ അവയെല്ലാം തന്നെ തികഞ്ഞ ജാഗ്രതയോടുകൂടി പുലർത്താനും അതിലൂടെ ഇഹപര വിജയം കരസ്ഥമാക്കുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് എല്ലാവരോടുമായി ആദ്യമേ തന്നെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നേർവഴിയിൽ നയിക്കുകയും ഇരു ലോകങ്ങളിലും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. റമദാൻ നോമ്പിനെ ഒരു ഷീൽഡ്, ഒരു പരിച എന്ന നിലക്ക് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതേ നിലക്ക് തന്നെ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ തുടർന്ന് പരിശോധിക്കുമ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുദീർഘമായ വിശകലനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിൽ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് വഴി മാത്രമാണ് അള്ളാഹുവിന് നമ്മൾ പ്രിയങ്കരായിത്തീരുക. സാധാരണ മത ആത്മീയ സങ്കല്പങ്ങളിലുള്ളതുപോലെ ഒരു മനുഷ്യൻ സ്വയമേവ ഒരു എൻലൈറ്റൻഡ് സോളായി മാറുക എന്നൊരു സങ്കല്പമേ യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ല. ഒരാൾ നന്നാവുന്നുണ്ടെങ്കിൽ ആ നന്മയുടെ പ്രയോജനം അയാൾക്ക് ചുറ്റിലുമുള്ളവർക്ക് ലഭിക്കണം, അവരത് അനുഭവിക്കണം. ഇതാണ് പടച്ചതമ്പുരാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശാലമായി ലോകത്തിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെയും നമുക്ക് അപഗ്രഥിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കണം. ഭൂമിയിൽ ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിൻ്റെ പ്രഥമമായ ഉദ്ദേശം നീതിയാണ്. നീതി സ്ഥാപിക്കുവാൻ വേണ്ടി വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പൊരുതാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് കാണുന്നത്. അപ്പോൾ അന്നിലക്കാണ് വിഷയങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ റമദാൻ മാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ നോമ്പ് കൂടി കൂടുതൽ അർത്ഥവത്തായി തീരുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. സിയാമു ജുന്ന എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന മനുഷ്യന്റെ അരഗൻസിന്റെ
പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാത്തിനോടുമുള്ള ഒരു പ്രതിരോധമാണ്. സ്വാഭാവികമായും അത് നമ്മുടെ തന്നെ ഈഗോയുടെ നെഗറ്റീവ് സൈഡ്, അതിനെതിരായിട്ടുള്ളൊരു പ്രതിരോധവും കൂടിയാണ് എന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അപ്പൊ അന്നിലക്ക് നോമ്പിനെ അർത്ഥവത്താക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അപ്പൊ ഇതില് വ്യക്തിപരമായ സംസ്കരണമാണ് അനുഷ്ഠാനങ്ങളുടെ ലക്ഷ്യം എന്ന് നമുക്കറിയാം. പക്ഷെ അപ്പോഴും വിശുദ്ധ ഖുർആൻ അത്തരം അനുഷ്ഠാനങ്ങൾക്കും സാമൂഹികമായ ഒരു സ്വഭാവം നൽകുന്നുണ്ട്. നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. നോമ്പ് നോൽക്കുമ്പോൾ വൈയക്തികമായിട്ട് നന്മകൾ കൂട്ടാം, നവാഫിലുകൾ വർദ്ധിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും റമദാനിൽ ഒരു മാസം ലോകത്തെമ്പാടുമുള്ള മുഅ്മിനുകൾ ഒരുപോലെ നോമ്പനുഷ്ഠിക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. അവിടെ ഇത്തരം നിർദ്ദേശങ്ങളിലൂടെ യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ഒരു വലിയൊരു സമൂഹം, ആ സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നും തിരിച്ചറിയേണ്ടതാണ്. നിസ്കരിക്കുമ്പോൾ നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന ഹിദായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നമ്മൾ ഉരുവിടുന്നത് ഖുർആൻ അനുശാസിച്ചത് പ്രകാരം ബഹുവചനത്തിലാണ്. എന്നെ നേർമാർഗത്തിലാക്കണേ എന്നാരും പ്രാർത്ഥിക്കാറില്ലല്ലോ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ എല്ലാവരെയും നേർമാർഗത്തിലാക്കണമേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ഇങ്ങനെ ഓരോന്നും വെച്ച് നോക്കുമ്പോൾ എപ്പോഴും സൊസൈറ്റിയുമായിട്ടുള്ളൊരു ബോണ്ടിങ്, വ്യക്തിയുടെ സൊസൈറ്റിയുമായിട്ടുള്ളൊരു ബന്ധം, കെട്ടുപാട് എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇത് നോമ്പിലും അങ്ങേയറ്റം ആത്മീയം, അങ്ങേയറ്റം ഒതുങ്ങൽ എന്ന് ധരിച്ചേക്കാവുന്ന നോമ്പിൽ പോലും ഇത് ബാധകമാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ നോമ്പനുഷ്ഠാനം വഴി എന്തൊക്കെയാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത്? പടച്ച തമ്പുരാൻ ഒന്നാമതായും പറയുന്നത് നമ്മുടെ ഈഗോയെ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നതാണല്ലോ. ഈഗോയെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഈഗോയെ മെരിക്കുക, അതിനെ ഇല്ലാതാക്കലല്ല. നമ്മുടെ അഹംബോധത്തെ ഒരിക്കലും നാം നശിപ്പിക്കാൻ പാടില്ല. അതും തെറ്റായ ആധ്യാത്മിക ചിന്തയാണ്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഇല്ലാതാക്കാൻ പാടില്ല, അതിനെ മെരിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും അഹങ്കാരികൾക്ക് ലഭിക്കുകയില്ല, അല്ലെങ്കിൽ ഔദ്ധത്യ ബോധമുള്ളവർക്ക് ലഭിക്കുകയില്ല എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ ഒതുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിയേണ്ടതാണ്. അപ്പൊ അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഈ പ്രോസസ്സിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുകൂടി ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നോമ്പ് തുടങ്ങുമ്പോൾ ഒന്നാമതായും എല്ലാം ഒന്ന് തുടച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്, എല്ലാം അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു വല്ലാത്തൊരു ശുദ്ധിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ അങ്ങോട്ട് മാറും. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തത്വഹിരീൻ എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അതായത് തൗബ ചെയ്യുന്നവരെയും വിശുദ്ധി കൈക്കൊള്ളുന്നവരെയും അള്ളാഹു ഇഷ്ടപ്പെടും. മുത്തത്വഹിരീൻ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക, ക്ലീൻ എന്ന് പറയുന്ന ഒരു അർത്ഥവുമുണ്ട്, അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ശുദ്ധി, ഇത് രണ്ടും ചേർന്നതാണ്. അപ്പൊ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധിയാക്കുകയാണ്. വ്രതം എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാനം കൂടി അതിനുണ്ട്. ഒന്ന് തുടച്ചു നീക്കുകയാണ്. നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ വ്യവഹാരങ്ങൾ, നമ്മുടെ അഭിനിവേശങ്ങൾ, ഇതെല്ലാം അങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യും. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അതെല്ലാം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യും. നമ്മുടെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും, അഥവാ നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ്, അതിനെ കൃത്യമായിട്ട് ഫോർമാറ്റ് ചെയ്യുക, പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഫോർമാറ്റ് ചെയ്യുകയാണ്. നോമ്പിലൂടെ നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. അങ്ങനെ വരുമ്പോൾ എന്നിട്ട് പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള സാറ്റനിക് വൈറസുകൾ ഇതോടുകൂടി തന്നെ പൂർണ്ണമായും ഡിലീറ്റ് ആവും. നമ്മുടെ ഉള്ളിലുള്ള സാറ്റനിക് വൈറസുകൾ പൂർണ്ണമായും ഡിലീറ്റ് ആവും. നമ്മുടെ ഒരു സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്ന ആ രീതിയിൽ തന്നെ പറഞ്ഞതാണ്. നമ്മൾ കൂടുതൽ വൈറസിന്റെ അറ്റാക്കും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യും. പിന്നീട് കുറെ കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ വേറൊക്കെ വീണ്ടും വരും. അപ്പൊ അതിനനുസരിച്ച് വീണ്ടും അങ്ങനെയാണല്ലോ കൊല്ലത്തിൽ റമദാനും നോമ്പും ഈ അവസരവും ഒക്കെ വരുന്നത്, അതുകൊണ്ടാണ് എന്ന് കാണേണ്ടതാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ബോഡിയും മൈൻഡും, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ശുദ്ധമാക്കുക എന്നുള്ളതാണ്. അത് വളരെ കണിശമായിട്ട്
നോമ്പ് എന്ന് പറയുമ്പോഴും അതിന് അത്തരത്തിലുള്ള ഫലങ്ങളുമുണ്ട് എന്നും തിരിച്ചറിയേണ്ടതാണ്. ഒരല്പം കൂടി ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, വൈദ്യശാസ്ത്രം, ജീവശാസ്ത്രം ഇതൊന്നും നമ്മുടെ മേഖലയല്ല. മുന്നിലിരിക്കുന്നവരിൽ അത്തരം കാര്യങ്ങളിൽ നല്ല അവഗാഹമുള്ളവരുണ്ട് എന്ന് നമുക്കറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ തെറ്റുകൾ സംഭവിക്കാം, അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. അതൊരു ആമുഖം എന്ന നിലക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ശരീരത്തിൽ നടക്കുന്ന ചില പ്രോസസ്സുകളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വായനയിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഈ ചില സ്വയം പ്രക്രിയകളുണ്ട് ശരീരത്തിൽ, അതിനൊന്ന് ത്വരിതപ്പെടുത്താൻ നമ്മുടെ നോമ്പ്. അതുകൊണ്ടാണ് ഈ ഡയറ്റിൽ അതുപോലെ പ്രകൃതി ചികിത്സയിലൊക്കെ ഉപവാസം ഒരു പ്രധാന ഐറ്റമായി മാറിയത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഈ ഓട്ടോഫജി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഓട്ടോഫജി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്വയം തിന്നുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സ്വയം തിന്നുക. എന്താ സംഭവിക്കുന്നത്? ഈ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾസ്. ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിലെ സ്വാഭാവികമായ രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്, രൂപപ്പെടുന്നതാണ്. അത് ഇല്ലാതാക്കാൻ കഴിയുകയും ചെയ്യില്ല. മാത്രമല്ല അത് കുറച്ചൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ശരീരത്തിന് ഗുണമുണ്ട് താൻ. എന്നാൽ ഇത് കൂടുതൽ ഉണ്ടാകുമ്പോൾ ഭയങ്കര കുഴപ്പമുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ മോളിക്യൂൾസിലൊക്കെ പെയർഡ് ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. എന്നാൽ ഇത് അങ്ങനെയല്ല, ഇത് അൺപെയർഡാണ്. ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ അൺപെയർഡ് ആയിട്ടുള്ള ഒറ്റയായിട്ട് നിൽക്കുന്ന ഇലക്ട്രോണുകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ അൺസ്റ്റേബിൾ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊക്കെ പറയുന്ന ഒരു പ്രക്രിയകൾ ശരീരത്തിൽ നടക്കാറുണ്ട്. അതുകൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന കുറെ എന്ന് പറഞ്ഞാൽ അത് കോശങ്ങളെയും DNA-യും ഒക്കെ തകർത്ത് കളയും. ഇതിന്റെ ഒരു കുറവ് പേടല്ലല്ലോ അത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് കോശങ്ങളെയും DNA-യും ഒക്കെ അത് തകർത്ത് കളയും. അപ്പൊ അതിനുള്ള പരിഹാരം ആന്റി ഓക്സിഡന്റുകൾ കൊടുക്കലാണ്. എന്നാൽ അതേസമയം തന്നെ ഓട്ടോഫജി എന്ന് പറഞ്ഞാൽ ഈ ഫ്രീ റാഡിക്കൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിവ് നേരത്തെ ഉള്ളതാണെങ്കിലും ഓട്ടോഫജി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരം തരുന്നത് 2016 യോഷിനോരി ഒസുമി, ജപ്പാനിലൊരു ജീവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനുള്ള ആ വർഷത്തെ നൊബേൽ പ്രൈസ് ലഭിച്ചു. അപ്പോൾ ഈ ഓട്ടോഫജി എന്ന് പറയുമ്പോൾ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ, ഈ നോമ്പുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയാം, നോമ്പുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഈ ശരീര കോശങ്ങളെ തന്നെ ഈ ഇത്തരം ഫ്രീ റാഡിക്കൽസിനെ തന്നെ ശരീരം ഭക്ഷിക്കുന്ന ഒരു പ്രക്രിയ നടക്കും. ശരീരം ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ കേടായ പ്രോട്ടീനുകളെയും പഴയ കോശഭാഗങ്ങളെയും കൂട്ടത്തിൽ ഫ്രീ റാഡിക്കൽസിനൊക്കെ ശരീരം തന്നെ തിന്നു. കാരണം നമ്മൾ 10-12 മണിക്കൂർ ആവറേജ്, ചിലപ്പോൾ അത് 18 മണിക്കൂർ വരെ പോകാം, ചിലപ്പോൾ 10-8 മണിക്കൂറൊക്കെ ആയിട്ട് ചുരുങ്ങുകയും ചെയ്യാം പല രാജ്യങ്ങളിലും പല കാലാവസ്ഥകളിലും. അപ്പൊ അത്രയും നേരം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ശരീരത്തിന് എനർജി ആവശ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു മെക്കാനിസം വർക്കൗട്ടാവും. അങ്ങനെ ഈ ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ തിന്നു തീർക്കുക എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ നടക്കും. വളരെ സ്വാഭാവികമായി തന്നെ നമ്മൾ അറിയാതെ ശരീരം വൃത്തിയാവുന്ന ഒരു പ്രോസസ്സാണ്. രണ്ടാമതൊരു ഉദാഹരണം ഈ കീറ്റോസിസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രക്രിയ കൂടെ. കീറ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അത്താഴമൊക്കെ കഴിച്ചിട്ട് പിന്നീട് പകല് നമ്മൾ പ്രവർത്തനത്തിൽ അങ്ങ് ഇറങ്ങിയല്ലോ, എന്തൊക്കെയായാലും നമ്മൾ എന്തൊക്കെയോ പണിയെടുക്കും, കുറേ നേരം ഓർന്നു, എന്നിരുന്നാലും നമ്മൾ എന്തൊക്കെയോ പണിയെടുക്കും. അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് എനർജി വേണം. എനർജി പ്രധാനമായും ഗ്ലൂക്കോസിൽ നിന്നാണ് കിട്ടുക. നമ്മൾ എത്ര വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാലും 2-3 മണിക്കൂർ കൊണ്ട് ആ ഗ്ലൂക്കോസ് മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് നടക്കാൻ പറ്റില്ല, കാരണം ബോഡിക്ക് എനർജി കിട്ടൂല. അപ്പൊ ആ സമയത്ത് ഇൻസുലിൻ കുറയും, ഗ്ലൂക്കോസും ഗ്ലൈക്കോജനും ഒക്കെ തീർന്നു പോകും. അങ്ങനെ വരുമ്പോൾ ബോഡി, നമ്മുടെ ശരീരം ഒരു ഫാറ്റ് ബേണിംഗ് മോഡിലേക്ക് മാറുന്നതാണ്. ഒരു ഫാറ്റ് ബേണിംഗ് മോഡിലേക്ക് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അമിതമായി കിടക്കുന്ന ഫാറ്റ് ഉണ്ട്. ഈ ഫാറ്റിനെ പതുക്കെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഇതങ്ങോട്ട് കത്തിക്കും. അങ്ങനെ കത്തുന്നതോടുകൂടി കീറ്റോൺ തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിന്റെ ഊർജത്തിൽ ബോഡി പ്രവർത്തിക്കുകയും ചെയ്യും. അതൊരു ഹൈബ്രിഡ് വാഹനമൊക്കെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ പെട്രോൾ തീരുമ്പോൾ വളരെ സ്വാഭാവികമായി തന്നെ ഗ്യാസ് അല്ലെങ്കിൽ ബാറ്ററി ഓണാവും. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, എണ്ണ തീർന്നു കഴിഞ്ഞാൽ മറ്റേ മോഡലിലേക്ക് അങ്ങോട്ട് പോകലാണ്. ഇതുപോലെ വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാതെ തന്നെ അങ്ങ് പോകും. അതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ശരീരത്തിൽ അമിതമായി കിടക്കുന്ന ഫാറ്റൊക്കെ അങ്ങോട്ട് കത്തിത്തീരും. അങ്ങനെ കത്തിത്തീരുന്നതോടുകൂടി അത് ബോഡിക്ക് കൂടുതലായിട്ടുള്ള ഒരു ആരോഗ്യം നൽകും എന്നാണ് പറയുന്നത്.
അപ്പൊ ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഈ ഓട്ടോഫജി എന്ന് പറഞ്ഞാലും അതുപോലെ കീറ്റോസിസ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ ശുദ്ധീകരണ പ്രക്രിയയാണ് എന്ന് നമ്മൾ കാണണം. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോസസ്സൊക്കെ പ്രയോജനപ്രദമാകണമെങ്കിൽ നമ്പർ 1 നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കണം. അതായത് ഒരു റീഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കണം. രണ്ടാമത്തെ സംഗതി, നമ്മൾ വളരെ സാവകാശ ക്രമപ്രവൃദ്ധമായിട്ടേ ഭക്ഷണം കഴിക്കാവൂ. വാരി വലിച്ച് തിന്നാൻ പാടില്ല. കാരണം നമ്മൾ സാധാരണ ഇപ്പൊ ഈ പഞ്ചസാരയും കൊഴുപ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ധാരാളം പലഹാരങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അതൊക്കെ നമ്മുടെ ആചാരങ്ങൾ മാത്രമാണ്. പ്രവാചകൻ പഠിപ്പിച്ച നോമ്പ് തുറയുടെ രീതിയൊന്നുമല്ല. പക്ഷെ അതങ്ങനെ പോകുമ്പോൾ ഈ കീറ്റോസിസിന്റെ നേരെ വിപരീതമായൊരു പ്രക്രിയയും കൂടി നടക്കും. അതായത് ഫാറ്റ് ഷുഗറാക്കി മാറ്റുന്നത് പോലെ തന്നെ ശരീരത്തിലുള്ള ഷുഗറും കാർബോഹൈഡ്രേറ്റും കൂടുതലായി കഴിഞ്ഞാൽ ശരീരം അത് ഫാറ്റായിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. അത് അതേ കോലത്തിൽ സൂക്ഷിക്കുന്നതിന് പകരം അത് ഫാറ്റാക്കി മാറ്റിയിട്ടാണ് സൂക്ഷിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിന്റെ കൊളസ്ട്രോൾ കൂടും, അത് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ ഈ പ്രയോജനം കിട്ടില്ല എന്ന് മാത്രമല്ല, അതങ്ങോട്ട് നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് അവസാനിപ്പിക്കുമ്പോൾ അത് വളരെ കൃത്യമാണ്. നമ്മളൊരു കാരക്കയോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ എടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷം വെള്ളം കുടിക്കുന്നു, പിന്നെ വളരെ സാവകാശം അതിനിടയിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ പോകുന്നു, നിസ്കരിച്ച് വന്നിട്ട് ചിലപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇശാ നിസ്കരിക്കാനും തറാവീഹ് നിസ്കരിക്കാനൊക്കെ പോകുന്നു. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം വല്ലതും കുടിച്ചിട്ട്, പക്ഷെ ഈ ഓരോ സന്ദർഭവും വയറ് നിറക്കാനുള്ള അവസരമാക്കി മാറ്റുന്നവരുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ഈ വിപരീത പ്രക്രിയ അവരിൽ സംഭവിക്കും. ശരീരത്തിന് ഈ പറയുന്ന ഗുണമൊന്നും പിന്നെ കിട്ടില്ല. പിന്നെ നമ്മൾ കിടന്നുറങ്ങിയിട്ട് സുബഹിക്ക് മുമ്പ് എണീറ്റ് കഴിക്കണം എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിയാണ്. മാത്രമല്ല ഇന്നഫിസ് സഹരി ബറക്കത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കഴിക്കണം, ആ കഴിക്കുന്നതിൽ വലിയ ബർക്കത്തുണ്ട്. അതിന് വലിയ ബർക്കത്തുണ്ട്. അത് നമുക്ക് ഒന്നാമത് ഒരു എനർജി സേവ് ചെയ്യാനുള്ളൊരു മാർഗമാണ്. രണ്ടാമത് ഇത്തരം പ്രക്രിയകളൊക്കെ നടക്കണമെങ്കിലും ചിലതൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ഈ അഴുക്ക് കളയാൻ വേണ്ടി കുറച്ച് വെള്ളാക്കിയിട്ട്, വസ്ത്രത്തിൽ കുറച്ച് വെള്ളാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ഉരച്ച് കളഞ്ഞ് അതിന് ശേഷം പിന്നെ കൂടുതൽ വെള്ളത്തിൽ അങ്ങോട്ട് കഴുകി കളയാണ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഒരു തുടക്കം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രോസസ്സിനൊക്കെ ശേഷം വളരെ ക്രമപ്രവൃത്തമായിട്ട് ഭക്ഷണത്തിലേക്ക് പോവുക. നമ്മളിപ്പോ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഈ ഭക്ഷണം കഴിക്കുമ്പോഴും അത് ഹലാലാണ്, ത്വയ്യിബാണ്. ത്വയ്യിബ് എന്ന് പറയുന്നതിനും മതപരമായിട്ടുള്ള മാനവുമുണ്ട്, അതോടൊപ്പം തന്നെ ഭൗതികമായിട്ടുള്ള മാനവുമുണ്ട്. ശരീരത്തിന് ഗുണം ചെയ്യുന്നത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഹലാൽ എന്ന് പറയുന്നത് പൂർണ്ണമായും അള്ളാന്റെ നിയമമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേസമയം ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹലാൽ എന്ന് പറഞ്ഞാൽ ഹറാം അല്ലാത്തതാണ് ഹലാൽ. ഹറാം എന്താണെന്ന് ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട്, പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അള്ളാഹു ഹലാൽ എന്ന് മാത്രമല്ല പറഞ്ഞത്, ഹലാലൻ ത്വയ്യിബൻ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഉപകാരപ്പെടുന്ന അളവിൽ ഉപകാരപ്പെടുന്ന അത്ര എന്ന നിലക്ക് തന്നെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴങ്ങനെ ഹലാലും ത്വയ്യിബുമായിട്ടുള്ള, അങ്ങനെ അത് പതുക്കെ വീണ്ടും പഴയ പ്രോസസ്സിലേക്ക് വരുന്ന ഒരു പ്രക്രിയ. ഇതുപോലെയാണ് നമ്മൾ നേരത്തെ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞത്. പതുക്കെ 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 പിന്നീട് നമ്മൾ മറ്റ് സോഫ്റ്റ്വെയറുകളൊക്കെ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗഹൃദങ്ങൾ തിരിച്ചു വരുന്നു. പഴയതുപോലെ തിരിച്ചു വരല്ല ചെയ്തു. ഒഴിവാക്കേണ്ടത് കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. കാരണം സുഹൃത്തുക്കൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചുറ്റിലും നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ തന്നെയാണ് ഈ ഷൈത്വാൻ എന്ന് പറയുന്ന ഒരു സംഗതി ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, വിശുദ്ധ ഖുർആനില് ആദം അലൈഹി സ്വലാമിയുമായി ബന്ധപ്പെട്ട സംഭവം പറയുമ്പോൾ ജന്നത്തിൽ പ്രവേശിക്കുന്നത് വരെ ഇബ്ലീസ് എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട്. സാധാരണ പറഞ്ഞു വരാറുള്ള മിത്ത് അനുസരിച്ച് ഇതേ ഇബ്ലീസ് തന്നെയാണ് തോട്ടത്തിലും വരുന്നത്. പക്ഷെ ഖുർആൻ അത് സമ്മതിക്കുന്നില്ലല്ലോ. കാരണം ഖുർആനിൽ ജന്നത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ എവിടെയും ഇബ്ലീസ് എന്ന് പറഞ്ഞിട്ടൊരു പേരില്ല. അവിടെ ശൈത്താൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇബ്ലീസിന്റെ റോൾ അവിടെ കഴിഞ്ഞു. മൂപ്പൻ അവിടുന്ന് നിഷ്ക്രമിച്ചു, അല്ലെങ്കിൽ ആ സ്റ്റേജ് വിട്ടു. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഇബ്ലീസ് ഞാൻ അവസാനം വരെ സമയം തരികയാണെങ്കിൽ പിഴപ്പിക്കും, എന്നാൽ നീ സമയമെടുത്തോളിൻ എന്ന് പറഞ്ഞൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേറെ വിശദീകരിക്കാം. പക്ഷെ ഈ ഒരു കഥാപാത്രം, കൃത്യമായ ഒരു ഐഡന്റിറ്റി ഉള്ള ആ കഥാപാത്രത്തെ പിന്നീട് നമ്മൾ ആ തോട്ടത്തിൽ കാണുന്നില്ല. ജന്നത്തിൽ പ്രവേശിച്ചതിന് ശേഷം പിന്നെ ശൈത്താൻ, അതേ പറയുന്നുള്ളൂ. ശൈത്താൻ ആദമിനെ വസ്വാസാക്കി. ശൈത്താൻ വന്നിട്ട് പറഞ്ഞു ഫവസ്വസ ഇലൈഹി ശൈത്താൻ എന്നൊക്കെയാണല്ലോ പറയുന്നത്.
അപ്പൊ ആ ശൈത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെപ്പോഴും നമ്മളിൽ നിന്ന് പുറത്തുള്ള ഒരു എൻറ്റിറ്റി ആയിക്കൊള്ളണം എന്നില്ല, മറിച്ച് നമ്മൾ തന്നെ ആവാം. വിശുദ്ധ ഖുർആൻ നമ്മൾ ഓതാൻ തുടങ്ങുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അങ്ങനെ ഒരു വാക്യം ഖുർആനിലില്ലെങ്കിലും ഇസ്തഈദു ബില്ലാഹ്, ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൽ ശരണം തേടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സുന്നത്തിലുള്ള പ്രായോഗിക രൂപമാണ് ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതി തുടങ്ങാൻ. ഈ ഖുർആൻ മൊത്തത്തിൽ അവസാനിക്കുന്നത് മനുഷ്യ മനസ്സുകളെ ടോക്സിക് ആക്കുന്ന ശൈത്താനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ആ വാക്കിനാണ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി എന്ന് പറയുമ്പോൾ അതിന് പറ്റിയ വാക്കതാണ്. മനുഷ്യ മനസ്സുകളെ ടോക്സിക് ആക്കുന്ന, അതിനെ വിഷമയമാക്കുന്ന ശൈത്താനിൽ നിന്ന് രക്ഷ തേടുന്നു നിന്നിൽ. ഏത് ശൈത്താൻ? മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ശൈത്താന്മാരാണ്. ജിന്നുകളിലും മനുഷ്യരിലും എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റിലും നിൽക്കുന്ന ആളുകളിൽ, ബന്ധപ്പെട്ടവരിലൊക്കെ ഈ ശൈത്താനീയത്തുണ്ട്. ഒരുപക്ഷെ അവരെ നമ്മുടെ സംസർഗത്തിലൂടെ നേരെയാക്കാൻ സാധിച്ചേക്കാം. അങ്ങനെ അല്ലാത്ത കേസുകളിൽ സൗഹൃദങ്ങൾ നമുക്ക് വിനയാവും. അപ്പൊ സൗഹൃദങ്ങളെ ഒന്നുകൂടി എന്താണ് പറയാ, നമ്മളത് ഒന്നുകൂടി പുനഃപരിശോധിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിനിവേശങ്ങൾ, നമ്മുടെ വ്യവഹാരങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മൾ ആദ്യം തന്നെ അതങ്ങോട്ട് കംപ്ലീറ്റ് മാറ്റി ഫോർമാറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് പതുക്കെ പതുക്കെ നല്ലത് മാത്രം ഇങ്ങോട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പഠിക്കുകയാണ്. അങ്ങനെ ഒരു ഉത്തമ മനുഷ്യനായി തീരുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ നമ്മൾ ശീലിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെ നമ്മുടെ ശരീരം നന്നാവുന്നു. നേരത്തെ പറഞ്ഞു ഓട്ടോഫജിയെ കുറിച്ചും കീറ്റോസിസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇത്തരം പ്രക്രിയകൾ വെച്ചിട്ട് പക്ഷെ സയൻസ് ഉണ്ടാക്കരുത് കേട്ടോ. കീറ്റോസിസ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഡയറ്റ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അതിന്റെ ശരിതെറ്റുകളെ പറ്റി പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ ഒരു ഡയറ്റ് നമ്മൾ തീരുമാനിക്കുമ്പോൾ അത് അറിവുള്ള ഒരു ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം. അങ്ങനെയല്ലാതെ സിദ്ധാന്തങ്ങൾ ജനറലൈസ് ചെയ്തിട്ട് ആളുകളെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് എന്നാ പിന്നെ ഇനി അങ്ങോട്ട് കാർബോഹൈഡ്രേറ്റും ഷുഗറും ഒന്നും വേണ്ട, ഇഷ്ടം പോലെ ഫാറ്റ് കഴിക്കാം, കൊളസ്ട്രോൾ കഴിക്കാം എന്ന് തീരുമാനിക്കുന്നതൊക്കെ നമ്മുടെ അറിവനുസരിച്ച് അസംബന്ധമാണ്. അതെന്തോ ആവട്ടെ. എന്നിരുന്നാൽ പോലും ഈ പ്രക്രിയകളെ സംബന്ധിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ സമാന്തരമായിട്ട് നടക്കുന്ന നമ്മുടെ മനഃശുദ്ധീകരണവും, നമുക്ക് പലതിനോടുമുള്ള ഇഷ്ടത്തെ നമ്മൾ വേണ്ട നോക്കുകയാണ്, നമുക്ക് പലതിനോടുമുള്ള ആഗ്രഹത്തെ നമ്മൾ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ നമ്മളെ തന്നെ മെരുക്കി ശരിയാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ശരിയാക്കി ശരീരവും മനസ്സും നന്നാക്കിയിട്ട് നമ്മളെ കൊണ്ട് എന്ത് ഗുണം? ഇതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആരോഗ്യമുള്ള ശരീരം ഉണ്ടായിട്ട് കാര്യമില്ല, ആ ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവണം. നല്ല മനസ്സുണ്ടായിട്ട് കാര്യമില്ല, ആ മനസ്സ് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. ഒരാളുടെ അറിവ്, ഒരാളുടെ കഴിവ്, ഇതെല്ലാം തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുമ്പോൾ മാത്രമാണ് അയാൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യനായിട്ടുള്ള ഒരു മുഅ്മിനായി മാറുക എന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നോമ്പ് നമ്മുടെ ചുമതലകളെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മളിവിടെ കൈകാര്യം ചെയ്തു വരുന്ന അരഗൻസിന്റെ ഐഡിയോളജികൾ ഉണ്ടല്ലോ, അതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധമാണ്. കൺസ്യൂമറിസത്തിനെതിരായിട്ടുള്ള പരിചയമാണ്, അങ്ങനെ തന്നെ കാണണം. നിയോ ലിബറൽ ക്യാപിറ്റലിസത്തിനെതിരായിട്ട്, ഏകാധിപത്യത്തിന്റെ സമ്പ്രദായങ്ങൾക്കെതിരായിട്ട്, സ്വേച്ഛാവാഴ്ചക്കെതിരായിട്ട്, നാട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരായിട്ട് ഒക്കെയുമുള്ള പരിചയമായിട്ട്, അതിനെതിരെ ഒക്കെ പൊരുതാനുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള കരുത്തുകൂടി ഈ പ്രക്രിയകളിലൂടെ നമുക്ക് കിട്ടും എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മനുഷ്യന്റെ മേൽ അധികാരം ചെലുത്താൻ ശ്രമിക്കുന്ന പൗരോഹിത്യം ഉൾപ്പെടെയുള്ള ശക്തികൾക്കെതിരായിട്ടുള്ള സമരം. ഇങ്ങനെയൊക്കെ പുതുവഴികൾ വെട്ടുക, കക്കാടിനെ വീണ്ടും ഓർമ്മിക്കുകയാണ്. പുതുവഴികൾ വെട്ടുന്നവൻ പല നോവുകൾ നോൽക്കണം. നോമ്പിന്റെ ഒരു പ്രധാനപ്പെട്ട വശമാണ്. നോവും അൻപും എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്. ഒന്ന് പെയിൻ ആണ്, മറ്റൊന്ന് ലവ് ആണ്. മൊത്തം ആളുകളോടുള്ള ഇഷ്ടം, അവരോടുള്ള അൻപ്, അതോടൊപ്പം തന്നെ അതിനുവേണ്ടി നമ്മൾ സ്വയം സഹിക്കുന്ന ക്ലേശവും, ഇത് രണ്ടും ചേരുന്നതാണ് നോമ്പ്. പുതുവഴികൾ വെട്ടാൻ വേണ്ടിയിട്ടാണ്, ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്, സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുവാൻ വേണ്ടിയാണ്, നമ്മുടെ ജീവിതത്തിലൂടെ നന്മക്ക്, നീതിക്ക്, ഇസ്ലാമിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഓർമ്മയോടുകൂടി ഖുർആൻ പഠിക്കാനും നോമ്പ് നോൽക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും
മുഅ്മിനായിരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.